കിഫ്ബിയിൽ നിർണായക തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അനുമതി നൽകിയ പദ്ധതികൾക്ക് പണം നൽകില്ല. നിർമ്മാണവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന അനുമതി ലഭിച്ചവരെ അറിയിക്കും. നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കും. സാമ്പത്തികമടക്കമുള്ള എല്ലാ സഹായവും മുൻപത്തേതുപോലെ തന്നെ നൽകും. അനുമതി തേടി കിഫ്ബിക്ക് മുന്നിലുള്ള ഫയലുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. റഹീസ് റഷീദും ടി വി പ്രസാദും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം റഹീസിലേക്ക്. റഹീസ, കിഫ്ബിയെ കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല എന്നുള്ളതാണ് ഇടതുപക്ഷം ഇന്നലെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് തുടരും, അവസാനിപ്പിക്കില്ല. പക്ഷേ ഈ നിലയ്ക്ക് തുടരില്ല എന്ന് UDF വ്യക്തമാക്കുകയും ചെയ്യുന്നു. കാരണം കിഫ്ബി അവരെല്ലാ കാലത്തും തുറന്നെതിർത്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ അനുമതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് തുടങ്ങാത്ത പദ്ധതികൾ തുടങ്ങേണ്ടതില്ല. ഇപ്പോൾ നിർമ്മാണം തുടരുന്ന പദ്ധതികൾ അത് തുടരുമെന്നുള്ള തീരുമാനത്തിലേക്ക്, അതായത് കിഫ്ബി ഒരു സ്വാഭാവിക അവസാനത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മധു, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇതിൽ അല്പസമയം മുമ്പ് തോമസ് ഐസക് നമ്മളോട് പറഞ്ഞതാണ് ഇതിനകത്തെ രാഷ്ട്രീയം. അതായത് കിഫ്ബി പദ്ധതി 35,000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്ന് ധവളപത്രത്തിൽ പറയുകയും കിട്ടുന്ന അവസരത്തിലെല്ലാം കിഫ്ബി പദ്ധതി നല്ലതല്ല, അത് തെറ്റായ രീതിയാണെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞതിനും ശേഷം ആ പദ്ധതിയുമായി UDF സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും എന്നതായിരുന്നു സർക്കാരിന് മുന്നിലുള്ള ചോദ്യം. അതിൽ രാഷ്ട്രീയ തീരുമാനം സർക്കാർ തലത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം 3 തരത്തിലാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട സർക്കാരിന് റോളുകളുള്ളത്. അല്ലെങ്കിൽ കിഫ്ബി പദ്ധതിയുമായി കോൺട്രാക്ടർമാരും കിഫ്ബിയും തമ്മിലുള്ള റോള് 3 കാര്യത്തിലാണ്. ഒന്ന്, കിഫ്ബിയുടെ പല പദ്ധതികൾക്കും ഇതിനകം തന്നെ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇനി അതായത് അനുമതി കൊടുത്തു, നടപടിക്രമങ്ങൾ തുടങ്ങാൻ പൈസയും മറ്റും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കാറ്റഗറിയിൽ നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊന്നും ഇനി മുന്നോട്ട് പോവില്ല. അതായത് അനുമതി കിട്ടി എന്ന് വെച്ച് ആ പദ്ധതികളുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെ സർക്കാർ എടുക്കുന്നു. അതായത് ആ പദ്ധതിക്ക് പണം ഇനി വകയിരുത്തില്ല, ഒരു പണവും നൽകില്ല. അനുമതി കിട്ടി എന്നത് കയ്യിലൊരു പേപ്പറായി ഇരിക്കും എന്ന് മാത്രമേ അതിൻ്റെ ഗുണഭോക്താക്കളായ MLA-മാർക്കും അല്ലെങ്കിൽ കോൺട്രാക്ടർമാർക്കും അതുകൊണ്ട് കാര്യമുള്ളൂ. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് നിലവിൽ നിർമ്മാണം തുടങ്ങി പല സ്റ്റേജിൽ നിൽക്കുന്നത്. ചിലപ്പോൾ തുടങ്ങി കുറച്ച് ഭാഗമായിട്ടുണ്ടാവും, ചിലപ്പോൾ അവസാനിക്കാറായിട്ടുണ്ടാവും, ചിലപ്പോൾ പകുതി ഭാഗമൊക്കെ ആയിട്ടുണ്ടാവും. ആ പദ്ധതികളെല്ലാം പൂർത്തിയാക്കും. കാരണം നിയമപരമായി ആ പദ്ധതികളൊക്കെ തുടങ്ങുന്നത് കോൺട്രാക്ടർമാരുമായിട്ടുള്ള കോൺട്രാക്ടിൻ്റെയും നിയമപരമായ പിൻബലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്.